ഏതാണ്ട് ഒരു 64-65 വർഷം അദ്ദേഹം NSS എന്ന സ്ഥാപനത്തിൽ നിലനിൽക്കുകയാണ്. NSS എന്ന് പറയുന്ന ഒരു ചില്ലറ സ്ഥാപനമല്ല. അതെ, അതിനകത്ത് ആസ്തി ഭയങ്കരമാണ്. 200 കോടിയാണ് അതിൻ്റെ ബഡ്ജറ്റ് തന്നെ. പാവപ്പെട്ട നായർ തറവാടിൽ നിന്ന്, നായർ കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് എന്തെങ്കിലും ആശ്രയം കിട്ടണമെങ്കിൽ അതിന് വലിയ ക്യാപിറ്റേഷൻ ഫീയും മറ്റു കാര്യങ്ങളും കൊടുക്കണം. ആ സ്ഥാനത്ത് 43 കുടുംബാംഗങ്ങളെ അദ്ദേഹം അവിടെ തിരികെ കയറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വ്യാപകമായി വിമർശിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഏകാധിപത്യപരമാണ് എന്ന വിമർശനം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ മുതിർന്ന നേതാക്കൾക്ക് അദ്ദേഹത്തിൽ നിന്നും തിക്താനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണെന്നും ഈ നിലപാട് അദ്ദേഹത്തിന് ഭൂഷണമല്ല എന്നും നിരീക്ഷകർ ഒരുപോലെ വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ നമുക്കും ചർച്ച ചെയ്യാം ഈ വിഷയം. നമ്മോടൊപ്പം ചേരുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ്. നമസ്കാരം സർ. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വളരെ ശക്തമായി തന്നെ. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നേരത്തെയും വിവാദമായിട്ടുണ്ട്. ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങൾ. ഇതിനെ നമുക്ക് ഏത് രീതിയിലാണ് കാണേണ്ടത്? ഇതിപ്പോൾ ഒരു സമുദായ സംഘടനയുടെ തലപ്പത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പലപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടി വന്നേക്കാം, പ്രസ്താവനകൾ ഇറക്കേണ്ടി വന്നേക്കാം. അതാണോ അദ്ദേഹം ചെയ്തത്, അതോ നിലവിട്ടു പോയോ എന്നുള്ള സംശയം പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്താണ് അങ്ങയുടെ നിരീക്ഷണം? അദ്ദേഹം തലമറന്ന് എണ്ണ തയ്ക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരപ്രമാദിത്വം NSSൽ വന്നു കഴിഞ്ഞു. അതിന് കാരണം 1962 മുതൽ അദ്ദേഹം NSSൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയാണ്. അവിടെ ക്ലർക്കായിട്ടാണ് അദ്ദേഹം ആദ്യം പ്രവേശിച്ചത്. ഇപ്പോൾ പലരും പറയുന്നത് അദ്ദേഹം അവിടുത്തെ ഒരു സൊസൈറ്റിയിലെ ക്ലർക്കായിരുന്നു, NSSൻ്റെ ക്ലർക്കായിരുന്നില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങി അവിടെ ക്ലർക്കായി വന്നു. അവിടെ അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി, അവസാനം അസിസ്റ്റൻറ്റ് സെക്രട്ടറിയായി, ജനറൽ സെക്രട്ടറിയായി. ഇപ്പം ജനറൽ സെക്രട്ടറി പദത്തിൽ തന്നെ അദ്ദേഹം ഒരു 15 കൊല്ലമായി. അതിനു മുമ്പ് ഒരു 10 കൊല്ലത്തോളം അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ചു. അപ്പോൾ ഏതാണ്ട് ഒരു 64-65 വർഷം അദ്ദേഹം NSS എന്ന സ്ഥാപനത്തിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ ഏത് സ്ഥലത്തും ഈ സ്ഥാനങ്ങളിൽ അധിക നാൾ ഇരുന്നാൽ, ഇപ്പോൾ ഈ പല സ്ഥലത്തും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു 5 വർഷം 10 വർഷമൊക്കെ കഴിയുമ്പോൾ തന്നെ അവിടെ ദുഷിക്കാൻ തുടങ്ങും. NSS എന്ന് പറയുന്ന ഒരു ചില്ലറ സ്ഥാപനമല്ല. അതിനകത്ത് ആസ്തി ഭയങ്കരമാണ്. 200 കോടിയാണ് അതിൻ്റെ ബഡ്ജറ്റ് തന്നെ. അപ്പോൾ 200 കോടി ബഡ്ജറ്റുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു 64 വർഷമായിട്ട് ഒരാൾ ക്ലർക്ക് മുതൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുതൽ തുടങ്ങി ഇപ്പോൾ അതിൻ്റെ ഏറ്റവും തലപ്പത്തെ സ്ഥാനത്ത് തന്നെ 16ാമത്തെ വർഷമായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിനു മുമ്പ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ടിരുന്നു. അസിസ്റ്റൻറ്റ് സെക്രട്ടറി എന്നുള്ള പദവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന് അത് കുറവാണെന്ന് തോന്നി അദ്ദേഹം അതിനെ അസിസ്റ്റൻ്റ് അങ്ങ് വെട്ടിക്കളഞ്ഞു, സെക്രട്ടറിയാക്കി. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, ഇന്നലെ KB ഗണേഷ് കുമാർ പറഞ്ഞ 43 പേരെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ തന്നെ അദ്ദേഹം അവിടെ ബന്ധുക്കളെ ജോലി കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട്. പാവപ്പെട്ട നായർ തറവാടിൽ നിന്ന്, നായർ കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് എന്തെങ്കിലും ആശ്രയം കിട്ടണമെങ്കിൽ അതിന് വലിയ ക്യാപിറ്റേഷൻ ഫീയും മറ്റു കാര്യങ്ങളും കൊടുക്കണം. ആ സ്ഥാനത്ത് 43 കുടുംബാംഗങ്ങളെ അദ്ദേഹം അവിടെ തിരികെ കയറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിനു പുറമെ ആർക്കാണ് അവിടെ തിക്താനുഭവം ഇല്ലാത്തതെന്നുള്ളത് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഏത് പ്രമുഖരായ നായർ അവിടെ പോയിട്ടുണ്ടോ, അവിടെ മന്നത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ കയറാൻ ശ്രമിച്ചിട്ടുണ്ടോ, അവിടെ പുഷ്പാർച്ചന നടത്താൻ ശ്രമിച്ചിട്ടുണ്ടോ, അപ്പോഴെല്ലാം ഓരോ വിവാദങ്ങൾ അദ്ദേഹം ഉണ്ടായിക്കൊണ്ടിരിക്കും. മുമ്പ് ഡൽഹി നായർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശശി തരൂരിനെ അധിക്ഷേപിച്ചു, വിശ്വപൗരനായിരിക്കുന്ന ശശി തരൂരിനെ ഒരിക്കലും അധിക്ഷേപിച്ചു വിട്ടതാണ്. അതിനുശേഷം CV ആനന്ദബോസ് അദ്ദേഹം IAS ഉദ്യോഗസ്ഥനായിരുന്നതിന് പുറമെ അത് കഴിഞ്ഞ് ഗവർണറായി വന്നിട്ട് പോലും അദ്ദേഹത്തിന്, പശ്ചിമ ബംഗാളിൻ്റെ ഗവർണറായിട്ട് വന്നിട്ട് പോലും അദ്ദേഹത്തിന് തിക്താനുഭവം ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായി. സുരേഷ് ഗോപി അതുപോലെ പല പ്രാവശ്യം സങ്കടത്തോടു കൂടി പറയുകയുണ്ടായി. അതെ, വളരെ അത് പലപ്പോഴും നമുക്ക് അവസാനം കാണുമ്പോൾ അതിശയം തോന്നാറുണ്ട്. വൈസ് പ്രസിഡന്റായ CP രാധാകൃഷ്ണനെ അവിടെ കയറാനായിട്ട് അനുമതി കൊടുത്തില്ല. ചോദിച്ചപ്പം അവിടെ പട്ടി കയറും എന്ന് പറഞ്ഞെന്നാണ് പറയുന്നത്. ഇന്നും അദ്ദേഹം അത് പറയുണ്ടായി. അത് അനുമതി കൊടുക്കാത്തത് പട്ടി കയറും എന്നുള്ളതുകൊണ്ടാണ്. അപ്പം പലരും ചോദിക്കുന്നതാണ്, അപ്പോൾ ഗാന്ധിജിയുടെ സ്മൃതി മണ്ഡപത്തിൽ പോകുന്നതിന് വരെ VIP-കൾക്കുള്ള പ്രോട്ടോക്കോൾ അവർ പാലിക്കാറുണ്ട്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ സ്മൃതി മണ്ഡലത്തിൽ പോയവർ
പ്രസിഡന്റും പ്രധാനമന്ത്രിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്നും ഇല്ലാത്ത പ്രത്യേകത ഇവിടെ എന്താണ്, എന്ത് പറ്റി ഇദ്ദേഹം ഈ പറയുന്നത് എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇതിപ്പോൾ പലപ്പോഴും സുരേഷ് ഗോപിയുടെ വിഷയം തന്നെ ആയപ്പോൾ വളരെ അതിശയം തോന്നിയിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു നേതാവ് വരുമ്പോൾ അദ്ദേഹം ജനപ്രതിനിധിയായി വരുന്ന സാഹചര്യത്തിൽ പോലും ഇത്തരത്തിൽ തടസ്സപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം അവിടെ. അതാണ് പലപ്പോഴും പലരും ചോദ്യം ചെയ്യുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ? ഇതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലേക്കല്ല കയറി ചെല്ലുന്നത്, ഒരു സ്ഥാപനത്തിലേക്കാണ് കയറി ചെല്ലുന്നത്. അവിടെ എന്തിനു തടയുന്നു ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ളവരെ മാത്രം. അദ്ദേഹം അതൊരു ഗ്രഹം പോലെ ആക്കി. കാരണം 64 വർഷമായിട്ട് അവിടെ ഇരിക്കുക. 1962 തുടങ്ങിയ പരിപാടിയാണെന്നാണ് പറയുന്നത്. ഓക്കെ, വർഷം 64ആയി. 64 വർഷമായിട്ട് ഒരാൾ ചെറിയ തസ്തികയിൽ തുടങ്ങി വലിയ ചെറിയ തസ്തികയിൽ ഇരിക്കുമ്പോഴും ഇദ്ദേഹം ആൾക്കാരെയൊക്കെ ചെവി അടിക്കാൻ ചെല്ലുമെന്നാണ് പറയുന്നത്. മന്നം അനുവദിച്ചില്ലെന്നാണ് ഇപ്പോൾ ഗണേഷ് കുമാർ പറയുന്നത്. എൻ്റെ അച്ഛൻ പറഞ്ഞു, തെറി വിളിക്കാനല്ലാതെ ഇയാളെ മന്നം വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണെന്ന് പറയുന്നത് കേട്ടു. അതെ, അദ്ദേഹം പറയുന്നത് കേട്ടു. അതായത് കെ വി ഗണേഷ് കുമാർ പറയുന്നത് കേട്ടു. തൻ്റെ പിതാവ് മന്നത്തിനൊപ്പം പലപ്പോഴും മന്നത്തിൻ്റെ സ്നേഹത്തിനും പാത്രമായ ആളാണ്. വളരെ കരുതലോടുള്ളവരെ അംഗീകരിക്കുള്ളൂ. ഇല്ലാത്തവനെ ഈ പറഞ്ഞ പോലെ 100 കാതം അകലെ നിർത്തിക്കളയും, ചിലപ്പോൾ നല്ല വിരട്ടും കൊടുക്കും. അതുപോലെ തന്നെ മന്നത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുവാൻ പോലും നിയോഗം ലഭിച്ച ആളാണ് ബാലകൃഷ്ണ പിള്ള എന്ന്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ വളരെ മോശമായി കൈകാര്യം ചെയ്തു, അദ്ദേഹത്തോട് വളരെ മോശമായി പെരുമാറി. അതുപോലെ തന്നെ കെ വി ഗണേഷ് കുമാറിനോട് പോലും ഇപ്പോൾ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ്, വേറെ സ്ഥാനമൊന്നും നോക്കണ്ട, വേറെ പേരും ഇതൊന്നും നോക്കണ്ട, ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് വന്നിട്ട് അവിടെ കയറ്റിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്തായിരിക്കും ചിലപ്പോൾ അദ്ദേഹം പറയുന്നത്, ചില രാഷ്ട്രീയ പാർട്ടികളെ തനിക്ക് അടുപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അത് ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയം കാണുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉപരാഷ്ട്രപതി വന്നപ്പോഴുള്ള സംഭവം അത് വളരെ അതിശയമായി തോന്നുന്നു. അതെ, അതിശയമായിട്ട് തോന്നുന്നു. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രഥമ പൗരൻ വരുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ വാതിൽ കൊട്ടി അടയ്ക്കുക എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം അതൊരു കുത്തകയാക്കി വെച്ചിരിക്കുകയാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് അവിടെ ഇല്ല എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. അത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഈ TKG നായർ എന്ന് പറഞ്ഞ് NSS പ്രതിനിധി സഭയിലെ അംഗമായിരുന്ന ഒരാളുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ പ്രൊഫസർ കോന്നി ഗോപകുമാറാണ് ഇൻ്റർവ്യൂ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വരാൻ സാധിക്കാത്തതുകൊണ്ട് എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഇൻ്റർവ്യൂ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല. അപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുകയും പിന്നെ ഞാനിതിനെ കുറിച്ച് വർക്ക് ചെയ്യുകയും ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനകത്ത് ഒരുപാട് കുഴപ്പങ്ങളാണ് നടക്കുന്നത്. അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഈ NSSൽ ജനാധിപത്യമില്ല, ഇലക്ഷൻ എന്ന് പറയുന്നത് വെറും പ്രഹസനം മാത്രമാണ് എന്നാണ് TKG നായർ പറയുന്നത്. TKG നായർ പറയുന്നത് കരയോഗങ്ങളിലൊക്കെ ഇലക്ഷൻ നടക്കുന്നതെന്ന് പേരേ ഉള്ളൂ. ആ ഇലക്ഷൻ എന്ന് പറയുന്നത് താലൂക്ക് യൂണിയനിൽ നിന്ന് പ്രതിനിധിയല്ല വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അതായത് G സുകുമാരൻ നായർ വയ്ക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് അവിടെ ഇഷ്ടമുള്ളവർ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അങ്ങനെ താലൂക്ക് യൂണിയനിലേക്ക് കൊണ്ട് ഇത് 3 ടയർ സിസ്റ്റമാണ്. അപ്പോൾ കരയോഗത്തിൽ നിന്ന് 5400ഓളം കരയോഗങ്ങളുണ്ട്. അവിടുന്ന് 60-62 വരുന്ന താലൂക്ക് യൂണിയനിലേക്ക് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. അത് സുകുമാരൻ നായർക്ക് ഇഷ്ടമുള്ളവരെ ആ പ്രതിനിധികളെ അവരാണ് തിരഞ്ഞെടുക്കുന്നതാണ് TKG നായർ പറയുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും അല്ല, അവിടെ ഈ ഉദ്യോഗസ്ഥനായി നിയോഗിക്കുന്ന ആൾ, ഈ താലൂക്ക് യൂണിയനിലെ ഉദ്യോഗസ്ഥനായി നിയോഗിക്കുന്ന ആൾ ആണ് അവിടെ വന്ന് ഇതെല്ലാം നിയന്ത്രിച്ച് നടന്നത്. അങ്ങനെ അവിടെ കൃത്രിമമായിട്ടൊരു ജനാധിപത്യം സൃഷ്ടിക്കാനാണ്. എന്നാൽ പോലും ഇഷ്ടമില്ലാത്ത ആളിനെ അപ്പോൾ വേണോ തട്ടാനുള്ള സംവിധാനവും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്നാണ് പിന്നെ താലൂക്കിലേക്ക് പ്രതിനിധി സഭയിലേക്ക് ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത് താലൂക്കിൽ നിന്ന്. അപ്പോൾ ഈ 3 ടയർ സിസ്റ്റം ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് നടക്കാറില്ല. ഇദ്ദേഹം വന്നതിന് ശേഷം അത് ഒട്ടും തന്നെ ഇല്ലാതായി പോയി എന്നുള്ളതാണ്. അപ്പോൾ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയാണ് അവസാനമായിട്ട് ഒരു വിധത്തിൽ ഈ പ്രസ്ഥാനത്തിനെ മഹനീയമായ ആ സ്ഥാനത്തിൻ്റെ മഹിമ അറിഞ്ഞ് കൊണ്ടുപോയിട്ടുള്ളത്. അതുപോലെ തന്നെ ആർ പി നായർ അദ്ദേഹം അതുപോലെ മഹാനായിട്ടുള്ളൊരു വ്യക്തിത്വമായിരുന്നു. മക്കപ്പുഴ ഗോപാലകൃഷ്ണപിള്ള, ഈ വാസുദേവപിള്ള, ഇങ്ങനെ കുറേ പേര്, കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള, ഇതുപോലുള്ള നാരായണ പണിക്കർ അവസാനമായിട്ട്. നാരായണ പണിക്കരും ഇദ്ദേഹത്തിൻ്റെ കയ്യിലെ പാവയായിരുന്നു എന്നാണ് പലപ്പോഴും പറയുന്നത്. ഇദ്ദേഹം കടിഞ്ഞാൺ അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കുറച്ച് കാലമായിട്ട് 10-30 വർഷത്തിലേറെയായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ഏകാധിപത്യം അവിടെ അങ്ങനെ നടന്നു വരികയാണ്. ആ ഏകാധിപത്യത്തിൻ്റെ ഫലമായിട്ട് NSSൽ ജനാധിപത്യം ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ജനാധിപത്യം ഇല്ലാതായിരിക്കുന്നത് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്കിപ്പുണ്ട് കേസ് കൊടുക്കാനാണ്. എന്നിട്ട് ജോസഫൈനെ മറ്റേ പറഞ്ഞ പോലെ പിന്നെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന ജോസഫൈൻ മുമ്പ് പറയുകയുണ്ടായി, ആരോ ഒരു പരാതിയും കൊണ്ട് നിന്നപ്പം
എന്നാൽ പിന്നെ കൊണ്ട് കേസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് കേസ് നിന്ന് പരാതി കൊടുക്കാൻ പറഞ്ഞു. പരാതി കൊടുത്തിട്ടില്ല എന്ന് പറയുകയാണ്. എന്നാൽ വെച്ച് അനുഭവിച്ചു വന്ന്. അപ്പോൾ അതുപോലത്തെ ഒരു മറുപടിയാണ് ഇപ്പോൾ ഇവിടെ കിട്ടിയതെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പിന്നെ TKG നായരുടെ അഭിപ്രായത്തിൽ അദ്ദേഹം NSSനെതിരെ കേസ് കൊടുത്തതാണ്. കേസ് കൊടുത്തപ്പോൾ ഇദ്ദേഹം ഈ NSSന് 200 കോടിയുടെ ആസ്തി കിടക്കല്ലേ, നല്ല വക്കീലന്മാരുണ്ട്, 85 പ്രാവശ്യം ഹൈക്കോടതിയിലെ കേസ് മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു റെക്കോർഡ് പിന്നെ വേറെ ഒന്നിലും കാണുകയില്ല. 85 പ്രാവശ്യം ഹൈക്കോടതിയിൽ കേസ് മാറ്റിവെപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ആ വിധത്തിലുള്ള ഹോൾഡുണ്ട്. പല പ്രമുഖ സ്ഥാനങ്ങളിലും ആൾക്കാർ താക്കോൽ സ്ഥാനങ്ങളിലൊക്കെ ഉള്ളവരെ ഇരുത്താനും അല്ലാത്തവരെ ഇരുത്താതിരിക്കാനും ഒക്കെ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. എന്തിന് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് പോലും അദ്ദേഹം കടിഞ്ഞാൺ നിയന്ത്രിക്കാൻ നോക്കിയില്ലേ? VD സതീശനെ അവിടെ ഇരുത്താതിരിക്കാനുള്ളത് ആവുന്നത് പരിശ്രമിച്ചു. ഞാൻ അവിടെ പിന്നെ VD സതീശൻ്റെ മണ്ഡലത്തിലെ ഒരു NSS കരയോഗം ഭാരവാഹി ശരത് കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിനെ ഒരു പരിപാടിയിൽ ഞാൻ ഇതുപോലെ ഇൻ്റർവ്യൂ ചെയ്തു. അന്ന് പുള്ളിക്കാരൻ പറഞ്ഞത് VD സതീശനെ തോൽപ്പിക്കാനാവുന്നത് മുഴുവൻ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ്. എന്നിട്ടാണ് VD സതീശനെ ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞപ്പം അവിടെ വരുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് എന്ന് പറയുന്നത്. VD സതീശൻ അവിടെ പോകാൻ വഴിയില്ല എന്നുള്ളതാണ് അതിൽ പറയുന്നത്. കാരണം VD സതീശനെ അത്രയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. VD സതീശൻ ദാമോദരമേനോൻ മകൻ എന്ന് പറയാനുള്ള കാരണം തന്നെ ഞാനൊരു തറവാടിയായ നായരാണ് എന്ന് പറയാൻ കൂടെയാണെന്നാണ് ഈ ശരത് കുമാർ പറയുന്നത്, സത്യപ്രതിജ്ഞയ്ക്ക്. അപ്പോൾ അത്രയ്ക്ക് അദ്ദേഹത്തിന് വിദ്വേഷവും പകയും വന്ന് കാണും എന്നാണ് ശരത് കുമാർ പറയുന്നത്. കാരണം ബുദ്ധിമുട്ടിക്കാവുന്ന അതിൻ്റെ പരമാവധി ഒരു നായർ തറവാട്ടിൽ നിന്ന് ജനിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് കൊടുക്കേണ്ട ഒരു പരിഗണനയും കൊടുക്കാതിരിക്കാനും അതിനുപരിയായി അദ്ദേഹത്തിനെ ദ്രോഹിക്കാനും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ശരത് കുമാറിൻ്റെ പരാതി ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത്. അതെല്ലാം ഈ മുഖ്യമന്ത്രിയുടെ മനസ്സിലുണ്ട്, VD സതീശൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളത്. ഈ സമുദായ അംഗങ്ങൾക്ക് എന്തായിരിക്കും അഭിപ്രായം എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടോ? കാരണം അത് പിന്നെ സമ്മിശ്രമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ 5400 കരയോഗങ്ങളിലും ഒരു 10 ഭാരവാഹിയെ വെച്ചാൽ ഒന്നാലോചിച്ച് നോക്കുക, ഒരു 5-6 ലക്ഷം പേര് ഭാരവാഹിത്വമുള്ളവർ തന്നെ കമ്മിറ്റി അംഗങ്ങളുമായിട്ടൊക്കെ ഒരു 6 ലക്ഷം പേരെങ്കിലും മിനിമം കാണും. അത്രയും വലിയ ഒരു സംഘടന ആണ് ഇതിനകത്തുള്ളത്. ഭാരവാഹികളും അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ മറ്റ് എല്ലാവരും കൂടി ഒരു 100 പേരെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 5,40,000 പേരെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, വളരെ ക്ലോസ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. ഭാരവാഹികളും അതിന് ബന്ധപ്പെട്ടവർ. ഇതിന് പുറമെ വനിതാ സമാജം എന്ന് പറഞ്ഞിട്ട് വേറെയുണ്ട്. അതും ഇതുപോലെ 5000-ഓളം വരുന്നതാണ്. അവിടെയും ഇതുപോലെ തന്നെ ഒരു 100 പേരെ വെച്ച് നമ്മളൊരു ഒരു സമിതിയായിട്ട് ബന്ധപ്പെടുത്തിയാൽ തന്നെ അത് ഒരു 10,000, ഒരു 10 പിന്നെ ഒരു 5 ലക്ഷം, ഇതൊരു 5 ലക്ഷം കൂടി, ഒരു 10 ലക്ഷത്തിൽ പരം ആൾക്കാർ ആണും പെണ്ണുമായിട്ട് ഈ സംഘടനയിലുണ്ട്. അവർക്കൊക്കെ ചെറിയ ചെറിയ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഇതിനകത്ത് പിടിച്ചു നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പരാതി. അതുകൊണ്ടാണ് ഇത് പിടിച്ചടക്കാൻ പാട്. കാരണം ഈ 200 കോടിയുടെ ആസ്തിയും പിന്നെ ഇത്രയധികം കോളേജുകൾ, സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകൾ, പിന്നെ വെൽഫെയർ സ്കീമുകൾ ഒക്കെ ഉള്ള ഒരു പ്രസ്ഥാനം നിൽക്കുമ്പം ആ പ്രസ്ഥാനമായി ഒട്ടി നിൽക്കാൻ ഒരു 10 ലക്ഷം പേര് ഉണ്ടെങ്കിൽ അത് തൻ്റെ കയ്യിൽ നിൽക്കും എന്നുള്ളതാണ്. അല്ല, നമുക്ക് ഈ വിമർശനങ്ങൾ അത്തരത്തിൽ ഉയർന്നു വരിക സ്വാഭാവികമാണ്. ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ശക്തനായി ഒരാൾ തുടരാൻ ശ്രമിക്കുമ്പോൾ വിമർശനങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ ആ വിമർശനങ്ങളെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും ഒന്നുകൂടി നോക്കേണ്ടതല്ലേ? കാരണം തീർച്ചയായിട്ടും ഒരു വലിയൊരു സമുദായ സംഘടന ഉത്തരവാദിത്തപ്പെട്ട. ഇതിനകത്ത് ഏറ്റവും പ്രത്യേകതയായ കാര്യം NSSനെ ഇവരാരും എതിർക്കുന്നില്ല എന്നുള്ളതാണ്. NSSനെയോ NSSൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള പദവിയോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന മറ്റ് ബോർഡ് അംഗങ്ങളെയോ ഒന്നും ആരും എതിർക്കുന്നില്ല. സുകുമാരൻ നായർ എന്നുള്ള വ്യക്തി അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ, ഞാൻ പറഞ്ഞില്ല, 64 വർഷത്തെ ആ ഒരു ബന്ധം, പെരുന്നയുമായുള്ള ബന്ധം, ചങ്ങനാശ്ശേരിയുമായുള്ള ബന്ധം, NSSൻ്റെ ആസ്ഥാനവുമായുള്ള ബന്ധം, മുൻ പ്രഗത്ഭരായ ജനറൽ സെക്രട്ടറിമാരുമായിട്ട് ഒക്കെയുള്ള ഇടപഴകിയുള്ള രീതികൾ, അതിൻ്റെ കോൺടാക്റ്റുകൾ എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അദ്ദേഹം താക്കോൽ സ്ഥാനത്തിരുന്ന് തുടങ്ങിയിട്ട് തന്നെ വർഷം കുറേയായി. അപ്പോൾ അതിൻ്റേതായ മുഷ്ക് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് ജനാധിപത്യം അവിടെ ഇല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. ജനാധിപത്യവുമായി ആര് വരുന്നോ അവനെ കൊച്ചാക്കുകയോ അല്ലെങ്കിൽ ഇല്ലാതാക്കുകയോ ചെയ്യാനായിട്ട് അദ്ദേഹം മാക്സിമം ട്രൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ എല്ലാം പരാതി. ഞാൻ ഈ TKGയെ പിന്നെ ഈ ശരത് കുമാറിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ തന്നെ പലരും എന്നോട് ഇങ്ങോട്ട് വന്ന് പറയുകയുണ്ടായി, ഞങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ പറയാനുണ്ട്, ഞങ്ങൾ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, താങ്കൾ നോക്കുമെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്യണം. ഞാൻ ഈ ജനഭൂമിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇൻ്റർവ്യൂ ചെയ്തത്. കൊന്നേരി ഗോപകുമാർ സാറാണ് ഇത് ഇൻ്റർവ്യൂ ചെയ്യേണ്ടിയിരുന്നത്. അന്ന് അദ്ദേഹത്തിന് വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ സാധനം ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു പകരക്കാരനായി വന്ന് എൻ്റെ അടുത്ത് പോലും പലരും വന്ന് പറയുകയാണ്,
ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്, ഒരു ഇൻ്റർവ്യൂവിന് അവസരം തരണം. ഓക്കെ. അപ്പം എവിടേക്കോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയ്ക്ക് ശക്തമായിട്ടുള്ള എതിർപ്പിനുള്ള കാരണമില്ല. എനിക്ക് തോന്നുന്നു ഈ എതിർപ്പ്, അപ്പോൾ അതായത് അങ്ങേക്ക് തോന്നുന്നില്ല ഇത് എതിർപ്പ് ഒരു സംഘടിതമായ എതിർപ്പല്ല, ഒരാൾ എതിർപ്പ് ഉന്നയിച്ചപ്പോൾ മറ്റുള്ളവർക്കും കുറച്ച് ധൈര്യം കിട്ടി അവർ വിമർശനം അല്ല, ഇത് സംഘടിതമല്ല. കാരണം സംഘടിതമാവാൻ NSSനകത്ത് പറ്റില്ല. അത് മന്നത്ത ആചാര്യൻ അങ്ങനെ ഒരു സംവിധാനം അതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്രസ്ഥാനത്തെ തകർക്കാതിരിക്കാനുള്ള ഒരു കമ്പനി ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ട്രക്ചറാണ് അതിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ സ്ട്രക്ചർ ഉടച്ചു വാർത്തുകൊണ്ട് പിന്നെ ആർക്കും അതിനകത്ത് കയറി ആളാകാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് നേതൃത്വവുമായി ഒരു താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് പോകുന്ന ഒരു ശൈലിയെ അവിടെ പലപ്പോഴും നടക്കാറുള്ളൂ. അതാണ് സുകുമാരൻ നായരുടെ ഹുങ്കിന് കാരണം എന്നുള്ളതാണ്. എന്നെ ആരുണ്ട് ചോദിക്കാൻ? എന്നാൽ 10-64 ഇന്നും അദ്ദേഹം പറഞ്ഞു, 10-64 വർഷമായില്ലേ ഞാനിവിടെ ഇരിക്കുന്നു, ഞാൻ ഈ സാധനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ വന്ന് ജനാധിപത്യം ഇവിടെ നടത്തട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അറിയാം ഇതിൻ്റെ അദ്ദേഹത്തിന് അറിയാം ആരെയൊക്കെ എവിടെയൊക്കെ ഇരുത്തിയിരിക്കുന്നു, ആരെയൊക്കെ എവിടെ നിന്ന് എടുത്ത് കളയണം, ഇതെല്ലാം അദ്ദേഹത്തിന് അറിയാം. ആ ഒരു സ്ട്രക്ചറിലാണ് അദ്ദേഹം ഇതിനെ കൊണ്ടുപോകുന്നതെന്നുള്ളതാണ് പരാതി. ഓക്കെ. ഈ സമുദായ സംഘടനകൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിലും നെഞ്ചു വിരിച്ച് തന്നെ നിൽക്കും. തീർച്ചയായിട്ടും. അതുകൊണ്ട് അവർക്ക് അത് അവരവരുടെ ഇത് പിന്നെ NSSനെ സംബന്ധിച്ചിടത്തോളം ആദ്യം സമദൂരമായിരുന്നു. ഇടത് വലത് കക്ഷികളോടോ അല്ലെങ്കിൽ മൂന്നാം കക്ഷിയുണ്ടെങ്കിൽ അതിനോടും സമദൂരം. അത് കഴിഞ്ഞ് അത് ശരിദൂരം കൊണ്ടുവന്നു. ശരിദൂരം എന്ന് വെച്ചാൽ എനിക്കിഷ്ടമുള്ളത് വരുമ്പം ഞാൻ അവരുമായി ബന്ധപ്പെടും എന്നുള്ള രീതിയിലായി. അപ്പം ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ വന്നു. അയ്യപ്പ സംഗമം വന്നപ്പോൾ നമ്മൾ കണ്ടു ബോംബെയിൽ NSSൻ്റെ ഇൻവോൾവ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ വന്നു. അതെല്ലാം സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിലാണ്, മക്കൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയാണ്. ധനലക്ഷ്മി ബാങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരു പോസ്റ്റിലേക്ക് വന്നു, അത് അവസാനം ക്രിമിനൽ കേസിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പം അന്നത്തെ മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശനങ്ങൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഒരുപാട് വരുമ്പോൾ രണ്ടിനും കഥയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ സംഘടനാ സ്ട്രക്ചർ ഇങ്ങനെ ആകുമ്പോൾ അദ്ദേഹത്തിനെതിരെ പലപ്പോഴും ഈ വിമർശനങ്ങൾ ശക്തമാകുമ്പോൾ ഈ നേതാക്കൾക്ക് ഒരല്പം പതർച്ച വരാറുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് കാണുന്നില്ല, പതർച്ചയില്ല. അപ്പോൾ ഇനിയും അദ്ദേഹം തന്നെ തുടരും. ഈ വിമർശനം നമുക്ക് ഇനി എത്ര നാൾ തുടരും എന്നുള്ളത് മാത്രമാണ് കണ്ടിരുന്നത്. വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. വേണമെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുക. കാരണം അദ്ദേഹത്തിൻ്റെ 200 കോടിയുടെ ബജറ്റ് കയ്യിലിരിക്കുകയാണ്, അതിൻ്റെ ആസ്തി കയ്യിലിരിക്കുകയാണ്, സ്ഥാപനങ്ങൾ കയ്യിലിരിക്കുകയാണ്. സുപ്രീം കോടതി വരെ കേസിന് പോകാനൊക്കെയുള്ള സൗകര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ NSSൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നില്ല. മാറ്റം ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അടിമുടി ചേഞ്ച് വരുത്താൻ കഴിയുന്ന ഒരാളുണ്ടാവണം. NSSൽ മാറ്റം ഉണ്ടാക്കാൻ പാടുന്നില്ല. കാരണം മന്നത്ത് പത്മനാഭൻ പിന്നെ നായരെ അടിമുടി മാറ്റിയ ആളാണ്. നായർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മരുമക്കത്തായം നിലനിൽക്കുന്ന സമ്പ്രദായമായിരുന്നു. മക്കത്തായം വരുന്നതിന് മുമ്പ് മരുമക്കത്തായം നിൽക്കുമ്പോൾ അമ്മാവനാണ് അവിടെ റോള്. ആ സമ്പ്രദായത്തിൽ നിന്ന് നായരെ മക്കത്തായത്തിലേക്ക് കൊണ്ടുവന്ന് അച്ഛൻ അമ്മ ആ കുടുംബ സ്ട്രക്ചർ ഉണ്ടാക്കി കൊണ്ടുവന്ന ആളാണ് മന്നത്ത് പത്മനാഭൻ. അദ്ദേഹം അതുമാത്രമല്ല, ഈ നായർ എന്ന് പറയുന്നതിനകത്ത് ഉപവിഭാഗങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. നമുക്കറിയാമല്ലോ എത്ര വിഭാഗങ്ങൾ, അത് പറഞ്ഞാൽ പലർക്കും ദേഷ്യം വരെ വരും. ആ വിധത്തിലുള്ള വരെ വിഭാഗങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ അതിനെ മുഴുവൻ അദ്ദേഹം ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവന്നു. എന്നിട്ട് നായർ എന്ന് പറയുന്ന സമൂഹം ഒന്നാക്കി അദ്ദേഹം നിലനിർത്തി. അത് കഴിഞ്ഞ് NSSന് ഒരു കരയോഗത്തിൻ്റെ സ്ഥലം വാങ്ങിക്കാൻ പോലും ഉള്ള ആസ്തിയോ സൗകര്യമോ ഇല്ലാതിരുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം കേരളമൊട്ടാകെ വിവിധ കോളേജുകൾ, സ്കൂളുകൾ, ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം ഇതൊരു വലിയ പ്രസ്ഥാനമാക്കി വളർത്തിയെടുത്തു. ഇപ്പോൾ MG കോളേജ്, MG കോളേജിന് സ്ഥലം കിട്ടിയപ്പോൾ എല്ലാവരും ചോദിച്ചു ഇതെങ്ങനെ നമുക്കിത് നടത്താൻ പറ്റും. അപ്പോൾ പറഞ്ഞ് ആരുടെയും കയ്യിൽ പണമുണ്ടോ, NSSൻ്റെ ഈ പണമുണ്ടോ? അപ്പോൾ പറഞ്ഞ് നല്ല നായന്മാരുടെ പണമുണ്ട്, അത് ഇവിടെ വരുത്താൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ഒരു പിടി അരി അല്ലെങ്കിൽ അത്താഴത്തിനുള്ള പിന്നെ ഇടുന്ന അരിയിൽ നിന്നും ഒരു പിടി മാറ്റി വെച്ചുകൊണ്ട് NSSന് വേണ്ടി നാട് മുഴുവൻ നായന്മാരിൽ നിന്ന് സ്വീകരിച്ച് അങ്ങനെ പ്രസ്ഥാനം വളർത്തി NSSൻ്റെ സ്ഥാപനങ്ങളുണ്ടാക്കി. MG കോളേജ് പോലുള്ള സ്ഥാപനങ്ങളുണ്ടാക്കി. ഇന്ന് MG കോളേജിൻ്റെ അവസ്ഥ പലരും പറയുണ്ടായി. MG കോളേജിനൊപ്പം കിട്ടിയ സ്ഥാപനമാണ് മാർ ഇവാനിയോസ് കോളേജ്. മാർ ഇവാനിയോസ് കോളേജ് എന്തൊരു വലിയ സ്ഥാപനമായി. ആ കോമ്പൗണ്ടിനകത്ത് മാർ ഇവാനിയോസ് കോളേജിന് പുറമെ ടെക്നിക്കൽ വിദ്യാഭ്യാസം, B.Ed തുടങ്ങി ലോ കോളേജ്, അവിടെ ഇല്ലാത്ത സ്ഥാപനങ്ങളില്ല. ആ വിധത്തിൽ വന്നു. പക്ഷേ അതേ വസ്തു അതിനേക്കാൾ കണ്ണായ സ്ഥലത്ത് കേശവാസുരത്തിരിക്കുന്ന MG കോളേജ് ഒരു നശിച്ച തറവാട് പോലെ
അങ്ങനെ നിലനിൽക്കുകയാണ്. എന്തൊക്കെ മന്നത്ത് പത്മനാഭൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ അതിനപ്പുറം ഒന്നും ഇപ്പോഴും അവിടെ ഇല്ല. കെട്ടിടം പോലും നിറയെ പെയിൻ്റ് അടിച്ച് വേണ്ട രീതിയിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പരാതി പറയുന്ന നായന്മാർ ഒത്തിരി പേരുണ്ട്. ഇത് ഇവിടെ മാത്രമല്ല, ഒരു അനവധി സ്ഥാപനങ്ങൾ. അതുപോലെ തന്നെ NSSൻ്റെ ഡൽഹിയിലെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നത് ഇപ്പം കാണാനില്ലെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കന്യാകുമാരിയിൽ അദ്ദേഹത്തിൻ്റെ NSSൻ്റെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നത്, അത് വിറ്റു. കന്യാകുമാരിയിൽ 1 ഇഞ്ച് സ്ഥലം കിട്ടാൻ വളരെ പാടാണ്. അവിടെ സൂര്യ ഉദയവും അസ്തമയവും ഒക്കെ കാണാൻ കഴിയുന്ന വളരെ കണ്ണായ സ്ഥലം. അത് എനിക്ക് പ്രത്യേകം അറിയാമെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏത് VIP വന്നാലും ആദ്യം പോകുന്നത് കന്യാകുമാരിയിലേക്കാണ്. അത് പ്രസിഡൻ്റായാലും പ്രൈം മിനിസ്റ്റർ ആയാലും ആർക്കും ആ ഒരു സ്ഥലത്ത് പോകാൻ നിരവധി ജഡ്ജിമാർ VIP പലരും വരുന്നവർ ആദ്യം ചോദിക്കുന്നത് കന്യാകുമാരി എനിക്കൊന്ന് കാണണം. തിരുവനന്തപുരത്ത് വന്നാൽ ഉടൻ പറയുന്നതാണ്. കാരണം നമ്മൾ ഹിമാലയത്തിൽ പോകണം എന്ന് പറയുന്ന പോലെയാണ് നോർത്ത് ഇന്ത്യക്കാർക്ക് കന്യാകുമാരിയിൽ വരണമെന്ന് പറയുന്നത്. അത്ര പുണ്യ ഭൂമിയിൽ ഉള്ള സ്ഥലം പോലും വളരെ നിസ്സാരമായ വിലയ്ക്ക് വിറ്റ് ചെറിയ വിലയ്ക്ക് ഒരു വഴി, കാറ് പോലും പോകാത്തൊരു വഴിയിലൊരു സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു കല്യാണ മണ്ഡപം പണിതെന്നാണ് TKG നായരൊക്കെ ഇപ്പോൾ പരാതി പറയുന്നത്. പരാതിയിൽ കഴമ്പുണ്ട് എന്നുള്ളതാണ് പലരും പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇത്ര വലിയ ഒരു പ്രസ്ഥാനത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ചുമ്മാതെ ആർക്കും ഒന്ന് പറയാൻ കഴിയുമോ എന്നുള്ളതാണ്. പക്ഷേ ജനാധിപത്യം നിലനിർത്തണമെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ വ്യക്തിത്വമുള്ള നായന്മാർ ഒന്നിച്ചു കൂടിയാൽ തീർച്ചയായിട്ടും സാധിക്കും. മന്നത്ത് പത്മനാഭന് ഇത്രയും വലിയൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ അതിനെ നന്നാക്കിയെടുക്കാൻ അതിൻ്റെ പകുതി വ്യക്തിത്വമുള്ള ആരെങ്കിലും ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ തീർച്ചയായിട്ടും നടക്കും. അത് ഈ പ്രതിസന്ധികളിൽ നിന്നൊക്കെ മാറി അത് ജനാധിപത്യ ശൈലിയിൽ തന്നെ വരും. അതിനാര് മുന്നോട്ട് വരും എന്നുള്ളതാണ് പ്രശ്നം. യെസ്, എന്തായാലും അതിനും കാലം ഉത്തരം നൽകും എന്നുള്ളതാണ് നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെ ഉണ്ടാകും. കാരണം വിമർശനം ഇത്രയും വ്യാപകമാകുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഇല്ലേ എന്ന് നമുക്ക് സംശയം സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ എന്നും ഇത്തരത്തിൽ നെഞ്ചുവിരിച്ച് നിന്ന് ശക്തമായ പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് ഏകാധിപത്യ ശൈലിയാണ് എന്ന് സംശയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. അവിടെ മാറ്റമുണ്ടാകേണ്ടിയിരിക്കുന്നു എന്നാണ് പല മുതിർന്ന സമുദായ അംഗങ്ങളും പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പല പ്രസ്താവനകളിൽ നിന്നും ഇത്ര പരസ്യമായി അവർ ഇത് പറയാൻ ഒരുമ്പെടുമ്പോൾ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS പറഞ്ഞതുപോലെ തന്നെ ഇത്ര ശക്തമായ വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനു പിന്നിൽ കാരണമുണ്ടാകാൻ വഴിയുണ്ട്. അപ്പോൾ ആ കാരണമുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കേണ്ടത് തന്നെയാണ്. സമുദായ അംഗങ്ങൾ എല്ലാവരും, മുതിർന്നവരെല്ലാം ചേർന്നിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട വിഷയം തന്നെയാണ്. മാറ്റേണ്ടതുണ്ടെങ്കിൽ മാറ്റുക തന്നെ വേണം. അതാണ് ചരിത്രം നമ്മോട് പറയുന്നത്. ഇല്ല എങ്കിൽ കാലം നിങ്ങളെ തൂത്തെറിയും എന്നുള്ളതാണല്ലോ. കാത്തിരുന്ന് കാണാം NSSലെ ഈ യുദ്ധം, പ്രസ്താവന യുദ്ധം എങ്ങനെയാണ് അവസാനിക്കാൻ പോകുന്നത്. മന്നത്താചാര്യൻ സ്വപ്നം കണ്ട ഭാവിയിലേക്കുള്ള യാത്രയ്ക്ക് വിഘാതമാകരുത് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ എന്ന് മാത്രമാണ് പറയാനുള്ളത്. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും. ഇനി അടുത്ത എപ്പിസോഡ് കാണാം. നമസ്കാരം.